സുഭാഷ് ജ്യോത്സ്യം പറയുന്നതെല്ലാം കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അനിയന്മാർ പറയുന്നുണ്ട്, ഓരോ ജ്യോത്സ്യന്മാർ പറയുന്നത് കേട്ടിട്ടാണോ ഏട്ടൻ വിഷമിച്ചിരിക്കുന്നത്? ഓരോരു കാശിന് വേണ്ടിയിട്ടല്ലേ ഓരോന്ന് പറയുന്നത്? ഓരോരുത്തരുടെ ജീവിതം തന്നെ ഇല്ലാണ്ടായിരിക്കുന്നു ജ്യോത്സ്യന്മാർ പറയുന്നത് കേട്ടിട്ട്. അപ്പോൾ ഏട്ടൻ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അല്ല, ഞാനുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ പെണ്ണ് വാഴാത്തത്, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടതും എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പോയാലേ ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീരുള്ളൂ, ഞാൻ പോകുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ അത് കേട്ടിട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നീ വീട് വിട്ട് പോവുകയാണോ ചെയ്യുന്നത്? മിണ്ടാതെ പോയി കിടക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നിധിക്കാണെന്ന് അതൊക്കെ കേട്ടിട്ട് ആകെ വിഷമമാവുന്നുണ്ട്. എന്നിട്ട് അവൾ ഉമ്മർത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, മോള് പോയി കിടന്നുറങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അച്ഛൻ എങ്ങനെയാണ് ഇങ്ങനെ ഒന്നും നടക്കാത്ത പോലെ ഇരിക്കാൻ കഴിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് വന്നിട്ട് പറയുന്നുണ്ട്, നിധി പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ പോയി കിടക്കുന്നുണ്ട്. അങ്ങനെ ഏട്ടൻ ഉറങ്ങുന്നത് വരെ അനിയന്മാർ കാവലിരിക്കുന്നുണ്ട്. എന്നിട്ട് ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് എല്ലാവരും ഉറങ്ങുന്നത്. അങ്ങനെ നേരം വെളുത്തതും നിധി എണിച്ച് അടുക്കളയിൽ പോയിട്ട് ചായ വയ്ക്കാൻ നോക്കുമ്പോൾ സുഭാഷിനെ കാണുന്നില്ല. അപ്പോൾ പുറത്ത് ഉള്ളിൽ പോയി കിടക്കുന്നുണ്ടാവും എന്ന് കരുതിയിട്ട് അവൾ ചായ വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നികേഷ് വരികയാണ്. നികേഷ് വന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടനെ കാണാനില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റൂമിലില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റൂമിലില്ല, ചിലപ്പോൾ കടയ്ക്ക് പോയിട്ടുണ്ടാവുമോ എന്ന് പറയുന്നു. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ അടുത്ത് പറയാതെ ഏട്ടൻ അങ്ങനെ എങ്ങോട്ടും പോകാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നികേഷ് റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെ നിന്നൊരു ലെറ്റർ കിട്ടുന്നുണ്ട്. ലെറ്റർ കിട്ടിയത് കൊണ്ടുവന്ന് വായിച്ച് നോക്കുമ്പോൾ സുഭാഷ് അതിൽ, ഞാനിവിടുന്ന് പോവുകയാണ്, ഞാൻ ഈ വീട്ടിലുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം, ഞാനുണ്ടെങ്കിൽ എൻ്റെ അനിയന്മാർക്ക് പോലും അത് ദോഷം ചെയ്യുകയുള്ളൂ, ഞാനുള്ളിടത്ത് പെണ്ണ് വാഴില്ല എന്നല്ലേ, അതുകൊണ്ട് ഞാനിവിടെ ഇരുന്നാൽ ശരിയാവില്ല, എൻ്റെ അനിയന്മാരെന്നും സന്തോഷത്തോടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് കത്തെഴുതി വെച്ചിട്ടുണ്ട്. എന്നെ ഒരിക്കലും തരരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടതും എല്ലാവർക്കും ആകെ സങ്കടം വന്നിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിധി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞതില്ലേ, എന്തോ അപകടം മണത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഏട്ടന് നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾക്കാണ് ഇതുപോലുള്ള പ്രശ്നം വന്നത് പറഞ്ഞ സുഭാഷ് ഏട്ടൻ ഉറങ്ങാതെ കാവലിരുന്നിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ കിടന്നുറങ്ങല്ലേ ചെയ്തത്? അപ്പോഴേക്കും അച്ഛൻ വരുന്നുണ്ട്. അച്ഛനും അറിഞ്ഞില്ലേ, ഏട്ടൻ പോയതൊന്നും അറിഞ്ഞില്ലേ, ഉമ്മർത്ത് കിടന്നിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കത്തൊക്കെ മേടിച്ചിട്ട് ഭാസ്കരൻ വായിക്കുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും പോയി തിരഞ്ഞു നോക്കാം എന്ന് പറയുന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എല്ലാവരും ഓരോ ഭാഗത്ത് പോയി നോക്ക്, ഏട്ടനെ ചിലപ്പോൾ അധികം ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല, എവിടെയെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരാകെ സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ ഹരീഷും നികേഷും കൂടെ പോകുന്നുണ്ട് തിരയാൻ വേണ്ടിയിട്ട്. വേറൊരു വണ്ടിയിൽ സുധീഷും പോകുന്നുണ്ട്. അങ്ങനെ ഭാസ്കരനും ഞാനും പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകണം. അപ്പോൾ നിധിക്കാണെങ്കിൽ അതെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തപ്പോൾ ആകെ വിഷമമാവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.